നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. PSCക്ക് കൂടുതൽ കുരുക്കുണ്ടാകുന്നു, വീണ്ടും ജയിലിലേക്ക് പോകേണ്ടി വരുന്നു. ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു, പോലീസിന് മുന്നിൽ നിരുപാധികം കുറ്റമേറ്റു പറഞ്ഞ് കീഴടങ്ങുക. ഇനി മറ്റു രക്ഷയൊന്നും തന്നെ ഇല്ല എന്നുള്ള സൂചന PSCക്ക് ഹൈക്കോടതി നൽകുകയാണ്. ചാനൽ ചർച്ചയിലെ വിവാദമായ പരാമർശം തന്നെയാണ് ഇങ്ങനെ. വിദ്വേഷ പ്രസംഗ കേസിൽ തന്നെയാണ് PSCക്ക് പിന്നെയും കുരുക്കുണ്ടായിരിക്കുന്നത്. കോടതി ഒരു കാരണവശാലും വിദ്വേഷ പ്രസംഗ കേസിൽ മുൻകൂർ ജാമ്യം അംഗീകരിക്കില്ല എന്ന് വ്യക്തമായി പറയുന്നു. PC ജോർജിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ അങ്ങനെ ഹൈക്കോടതിയും തള്ളി. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനാണ് ഹർജി തള്ളിയിരിക്കുന്നത്. നേരത്തെ കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയും PSCയുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തിരുന്നു. ഇതേ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇനി ആകെ ആശ്രയം സുപ്രീം കോടതിയാണ്. അതെത്തുന്നതിന് മുൻപ് തന്നെ PSCക്ക് വിലങ്ങണിയേണ്ടി വരുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. തനിക്കൊരു അബദ്ധം സംഭവിച്ചതാണെന്നാണ് PC ഹൈക്കോടതിയിൽ പറഞ്ഞത്. എന്നാൽ നിരന്തരം ഇങ്ങനെ അബദ്ധങ്ങളാണ് PSCക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്രയാണല്ലോ PC ജോർജിന് നിരന്തരം ഉണ്ടാകുന്നതെന്നാണ് ഹൈക്കോടതിയുടെ പരാമർശം. നേരത്തെയും PC ജോർജിനെതിരെ തിരുവനന്തപുരത്ത് സമാനമായൊരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അന്ന് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നതൊക്കെ മാധ്യമങ്ങളിലൂടെ കണ്ടതായിരുന്നു. അന്ന് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം വീണ്ടും സമാനമായ കുറ്റം ആവർത്തിക്കുന്നുവെന്ന് പറഞ്ഞാൽ അത് ഗുരുതര പ്രശ്നമായി തന്നെയാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. കോടതിയെ പോലും അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് PSCയുടെ വാക്കുകളിലൂടെ ഉണ്ടാകുന്നത്. നാവിൽ വികട സരസ്വതിയാണെന്നുള്ള പരാമർശം പലതവണ PC ജോർജിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും വാക്കുകളെ എന്തുകൊണ്ട് PSCക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെയും സംശയം. ജാമ്യവ്യവസ്ഥകൾ നിരന്തരം അങ്ങനെ ലംഘിക്കുന്നു. ഇതേറെ ഗൗരവമുള്ള വിഷയം തന്നെയാണെന്നാണ് കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കുന്ന വേളയിൽ PC ജോർജിനോട് കോടതി ചൂണ്ടിക്കാട്ടിയത്. പ്രകോപനമുണ്ടായ സമയത്താണ് അധിക്ഷേപ പ്രയോഗം നടത്തിയത് എന്നുള്ള വാദം അത് ഹൈക്കോടതിയും മജിസ്ട്രേറ്റ് കോടതിയും ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല. ഇരു കോടതികളും നൽകിയ ഉത്തരവുകളെ തുടർച്ചയായി ലംഘിക്കുന്നതിനുള്ള ന്യായീകരണമായും അതിനെ നോക്കിക്കാണാൻ സാധിക്കില്ല. സമാനമായ കേസിൽ മുൻപ് ജാമ്യം അനുവദിച്ച സമയത്ത് പ്രസ്താവനകളിൽ ജാഗ്രത വേണമെന്നായിരുന്നു ഹൈക്കോടതി ഓർമ്മപ്പെടുത്തൽ. പക്ഷേ നിരന്തരം ഈ ഉത്തരവുകളെ ലംഘിച്ചുകൊണ്ടാണ് മുന്നോട്ട് PC ജോർജ് പോയതെന്നാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വാക്കാൽ പറഞ്ഞത്. ചാനൽ ചർച്ചയിൽ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയതിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിലാണ് PC മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ഹൈക്കോടതിയിലെത്തിയതും കോടതി ശക്തമായി തന്നെ വിമർശനം ഉന്നയിച്ചത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്നും അവർ പാകിസ്ഥാനിലേക്ക് പോകണമെന്നുമാണ് ജനുവരി മാസം നടന്ന ചാനൽ ചർച്ചയിൽ PC ജോർജ് പ്രസ്താവന നടത്തിയത്. ഈരാറ്റുപേട്ടയിൽ മുസ്ലിം വർഗീയത ഉണ്ടാക്കിയാണ് തന്നെ തോൽപ്പിച്ചതെന്നും അദ്ദേഹം ചർച്ചയിലൂടെ ആരോപിച്ചിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി ഈരാറ്റുപേട്ട മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി ഉൾപ്പെടെ പലവിധ സംഘടനകൾ പരാതി സമർപ്പിച്ചിരുന്നു. PC ജോർജിൻ്റെ പരാമർശത്തിനെതിരെ മുസ്ലിം ലീഗ് നൽകിയ പരാതിയിൽ ഈരാറ്റുപേട്ട പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തിയത്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 196 സബ്സെക്ഷൻ 1A പ്രകാരവും സെക്ഷൻ 299 സെക്ഷൻ 120 പ്രകാരവുമാണ് PCക്കെതിരെ കേസെടുത്തത്. ഇന്ത്യ ഒരു മതേതര രാജ്യമാണെന്നും മതത്തിൻ്റെ പേരിൽ ശത്രുത വളർത്തുന്ന ഇത്തരം പ്രവർത്തികൾ പുതുതായി പ്രാബല്യത്തിൽ വന്ന BNS പ്രകാരം നിർബന്ധമായും തടവ് ശിക്ഷ നൽകേണ്ടതാണെന്നുമാണ് കോടതിയിൽ നിരീക്ഷിക്കുകയുണ്ടായത്. മതത്തിൻ്റെ പേരിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്ക് അല്ലെങ്കിൽ പിഴ എന്ന ഓപ്ഷൻ ഭാരതീയ ന്യായ സംഹിതയിൽ നിന്നും ഒഴിവാക്കണമെന്ന് കോടതി അഭിപ്രായപ്പെടുകയും ചെയ്തു. ഇന്ത്യ ഒരു മതേതര രാജ്യമാണെന്നും വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്താൻ ജാതിയും മതവും ഉപയോഗിക്കരുതെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. 196 1A 299 വകുപ്പുകളിലെ ശിക്ഷയെ പരാമർശിച്ച കോടതി ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കുന്ന കുറ്റവാളികൾക്ക് പോലും പിഴയടച്ചാൽ രക്ഷപ്പെടാമെന്നാണ് വാക്കാൽ ചൂണ്ടിക്കാട്ടിയത്. മുസ്ലിം ലീഗ് പ്രതിനിധി പ്രകോപിച്ചതിനെ തുടർന്ന് മറുപടി നൽകിയപ്പോൾ സംഭവിച്ച നാക്കുപിഴയാണെന്നും ബോധപൂർവമല്ല താനിങ്ങനെ ഒരു പ്രസ്താവന നടത്തിയെന്നുമാണ് ഹർജിക്കാരൻ്റെ വാദം. പക്ഷേ ഇതിനെ ഒന്നും തന്നെ അബദ്ധമായി നോക്കിക്കാണാൻ കോടതി തയ്യാറായിട്ടില്ല. അബദ്ധം തിരിച്ചറിഞ്ഞപ്പോൾ പരാമർശം പിൻവലിച്ചു മാപ്പ് പറഞ്ഞുവെന്നും അഭിഭാഷകന്റെ വാദം ഉയർന്നിരുന്നു. പക്ഷേ ഒരബദ്ധമല്ല, നിരന്തരം അബദ്ധങ്ങൾ ആവർത്തിക്കുകയാണ് ഹർജിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 40 വർഷം MLA ആയിരുന്ന PC ജോർജ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനല്ല. സാധാരണക്കാർ പ്രവർത്തിക്കുന്നത് പോലെയുമല്ല പ്രവർത്തിക്കേണ്ടത്. വാക്കുകളും പ്രവൃത്തിയും സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. മുൻപ് ജാമ്യം നൽകിയ ഉത്തരവിൽ അധിക്ഷേപകരമായി പ്രസംഗിക്കുകയോ പ്രസ്താവന നടത്തുകയോ ചെയ്യരുത് എന്നുള്ള വ്യവസ്ഥയുണ്ട്. എന്നാൽ ചാനൽ ചർച്ചയിലാണ് ഈ അബദ്ധം സംഭവിച്ചതെന്നാണ് അഭിഭാഷകൻ പറയുന്നത്. ചാനൽ ചർച്ചകൾ ലക്ഷങ്ങളാണ് കാണുന്നതെന്നാണ് കോടതി അതിന് മറുപടിയായി പറഞ്ഞത്. ലക്ഷങ്ങൾ കാണുന്ന വിധം മാപ്പ് പറഞ്ഞുവെന്നാണ് ഹർജിക്കാരൻ്റെ മറുപടി. PC ജോർജിൻ്റേത് വിദ്വേഷ പരാമർശമാണെന്നും സമാനമായ മറ്റ് കേസുകളുണ്ടെന്നുമാണ് സർക്കാർ അഭിഭാഷകനും ചൂണ്ടിക്കാട്ടിയത്. നേരത്തെ 4 തവണയാണ് സമാന അധിക്ഷേപ പരാമർശത്തിൻ്റെ പേരിൽ FIR ഇട്ടിട്ടുള്ളത്. അതിലെ വിശദാംശങ്ങളും ചാനൽ ചർച്ചയിലെ പരാമർശങ്ങളും ഒക്കെ തന്നെ സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ വായിച്ചു കേൾപ്പിച്ചു.
മുൻപ് നടത്തിയ പരാമർശത്തിന് 1 ദിവസം ജയിലിൽ കഴിഞ്ഞതാണെന്നും ഹർജിക്കാരൻ്റെ പ്രായം കൂടി പരിഗണിക്കണമെന്നും അത് കണക്കിലെടുത്ത് മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമാണ് അഭിഭാഷകൻ ആവശ്യപ്പെട്ടത്. ഇതോടെ കോടതി ഉത്തരവുകളുടെ ലംഘനം നിസ്സാരമായി ഒരിക്കലും കാണാൻ കഴിയില്ല. ഹർജിക്കാരൻ അതുകൊണ്ട് പോലീസിൽ കീഴടങ്ങുന്നതാണ് ഉചിതമെന്നും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇനി എന്താകും PC-യുടെ ഭാവി എന്നുള്ളത് കണ്ടറിയണം. അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള സംശയമാണ് ഏവരും ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.